എന്താ സാറേ, ആന വണ്ടി തപ്പി ഇറങ്ങിയതാ? നിന്റെ KSRTC പൂർത്തിവെപ്പൊക്കെ അറിഞ്ഞിട്ടുള്ള വരവൻ്റെ KSRTC കഥ കേട്ടു എന്ന് പറഞ്ഞിട്ട് എന്താ സാറേ കാര്യം? വിറ്റ്നസ് ആൻഡ് എവിഡൻസ് അതല്ലേ ഇമ്പോർട്ടന്റ്. ആ വണ്ടി ഇവിടെ എവിടെ ഉണ്ടെങ്കിലും ഞാൻ പൊക്കിയിരിക്കും. ഇതെന്താ കുഴിയാനിയാ ഇവിടെ കുഴിച്ചിടാ? സാറ് തൽക്കാലം ചെല്ലേ, അന്നേരം തെളിവുണ്ടാക്കാം, എന്നിട്ട് നമുക്ക് കാണാം. നമുക്ക് കാണാടാ സാറേ. ഇപ്പോൾ ഒരുപാടായി എൻ്റെ നേരെ, പല രീതിയിൽ, പല വട്ടം. ഇനിയും അതിൽ കുണഞ്ഞ പരിപാടിയായിട്ട് എൻ്റെ മുമ്പിൽ വന്ന നിന്റെ നെഞ്ചത്ത് എലഞ്ഞിത്തറ മേളം കൊട്ടിഞ്ഞ കോലുകൊണ്ടല്ല, എൻ്റെ കാലുകൊണ്ട് പിടിച്ചിട്ട് പോടാ. வணக்கம் தம்பி. அதிலிருந்து என்னோட தங்கத்தை மட்டும்தான் எடுத்துக்கிட்டேன். എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ എൻ്റെ പിള്ളേർ ബോർഡർ കടത്തി തരും. வேணாம் தம்பி, இனிமே நான் பார்த்துக்கிறேன், மறக்க மாட்டேன். வரேன். ഇത്തവണ പൂരം മഴ കൊണ്ടുപോകുമോ ഗിരി? എന്ത് മഴ പെയ്താലും പൂരം വടക്കുന്നത് നടത്തും. സ്റ്റേഷനിൽ വന്നിട്ട് വെറുതെ ഒരു സീൻ ഉണ്ടാക്കണ്ടെന്ന് കരുതിയാ നമുക്ക് ഇവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞു. ചെട്ടിയാരുടെ ഗോൾഡ് തെരഞ്ഞു പിടിച്ചെടുത്ത, അതാ കുറച്ച് സമയമെടുത്ത. പിന്നെ ബസ്സിൻ്റെ ചിലവും കഴിച്ച് ബാക്കി ഗോൾഡ് വണ്ടിയിലുണ്ട്. നമ്മുടെ ആളാ, അവൻ സ്റ്റേഷനിൽ എത്തിച്ചേരും. താങ്ക് യു. ഗിരിയുടെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. ബട്ട് നമ്മൾ ക്ലോസ് ചെയ്ത ചാപ്റ്റേഴ്സ് റീഓപ്പൺ ചെയ്താൽ പിന്നെ ഒരു റിക്കവറി ഉണ്ടാവില്ല ഗിരി. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. Deja! Bro! Deja? Doctor, are there any possibilities? നോ, ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. ഒരാൾക്ക് പേ പിടിച്ചാൽ പട്ടിയടിച്ച മാർക്ക് ശരീരത്തിൽ എവിടെയെങ്കിലും വേണ്ടേ? അതല്ലെങ്കിൽ പട്ടിയായിട്ട് ക്ലോസായി മിങ്കിൾ ചെയ്യണം. വി ഡിഡ്ന്റ് ഗെറ്റ് എനി സച്ച് ഇൻഡിക്കേഷൻസ്. അന്ന് ഗിരി എന്നെ പൊക്കിയപ്പോ അവനെ വെറുതെ വിട്ടെന്ന് പറഞ്ഞപ്പോ യു ആർ ഓൾസോ സർപ്രൈസ്ഡ്. അന്ന് ഈ ഒരു വെട്ട് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഏയ് നോ, പുറത്ത് ഈ പേ വിഷബാധയ്ക്ക് സൺലൈറ്റ് ഒന്നും പറ്റില്ല. വളരെ ലോ ടെമ്പറേച്ചറിൽ മാത്രമേ ഇത് ആക്ട് ചെയ്യുള്ളൂ. അന്ന് എൻ്റെ കൈ കെട്ടഴിക്കാൻ വേണ്ടി ആളെടുത്തത് ഒരു ഐസോണ്ടിന്നായിരുന്നു. അതിനകത്തുനിന്ന് ഒരു പട്ടിയുടെ മുരൾച്ച കേട്ടിരുന്നു. ഗിരി, അവനെ വിടരുത്, വിടരുത്.
ഗിരിയേട്ടാ ഗിരിയേട്ടാ എടാ നല്ല പ്രശ്നമുണ്ട്. എന്താ നീ കാണണമെന്ന് പറഞ്ഞ? ഇത് സൗമ്യ. ഈ കുട്ടീനെ എനിക്കറിയാലോ. ഞാൻ മാർക്കറ്റിൽ കട നടത്തുന്ന സാബുന്റെ മോളാ. സാബുൻ്റെ മൂത്തമ്മള? ഗിരിയേട്ടാ ഞാനും ഇവളും കുറച്ച് നാളായി ഇഷ്ടത്തില്ല. ഇവളുടെ വീട്ടുകാർ ഇവളുടെ കല്യാണം ഉറപ്പിച്ചു. അതിനെവിടെ വെക്കണേ? നിനക്ക് വീട്ടിലേക്ക് വന്നൂടെ? അഞ്ചേരിയിലുള്ള ജോസഫേൻ്റെ മോൻ പോളില്ലേ, ഇവളെ പള്ളിയിൽ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം ആലോചിച്ചു. ഇവളുടെ അപ്പനാണെങ്കിൽ അത് ഉറപ്പിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ തന്നെ ഞാൻ കാരണം കിരീടൻ പെട്ട് നിൽക്കുന്നു. എല്ലാം വിട്ടുമാറി നിൽക്കുന്ന ഈ സമയത്ത് ഇതൊരു തൊരടയാവണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ പിന്നെ ഗിരീടൻ്റെ അടുത്തൊന്നും പറയാതിരുന്നത്. എന്താ കിരീട? ഒന്നുമില്ല. ആ പോളെന്ന് പറയണ ചെക്കൻ ഒരു ജാതി ക്രീഡയാണ്. അവന്റെ കയ്യിലെങ്ങാനും ഞങ്ങൾ പെട്ട അവൻ തീർത്ത് കളയും കിരീട്ടാ. നീ പോക്കോ, ഞാൻ നോക്കോളാം. ഗിരീട്ടാ പോക്കോടാ. വാ. ഡാ, ആ വണ്ടി കൊണ്ടുപോക്കോ. കിരീട്ടാ കൊണ്ടുപോക്കോ. വാ കേറ് വേഗം.